വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി ചോറാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3.5 കപ്പ് ബിരിയാണി അരിയാണ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേയായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കണം. ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാനിതിവിടെ മുകളിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചിട്ട് കൊണ്ടുവരാം. ഇനി ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുതായി കട്ട് ചെയ്ത 4 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ്. സവാള പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റൈസിന് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആഡ് ചെയ്തിട്ട് മസാലയുടെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇനി ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ലിഡ് അടച്ച് വെച്ച് നന്നായിട്ട് ഈ തക്കാളി കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ മസാലയുടെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ബീഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും ഈ മസാലയൊക്കെ ഉണ്ടാക്കി ബീഫ് ഇടാം. പക്ഷേ എൻ്റെ ചെറിയ കുക്കറായതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പരന്ന പാത്രത്തേക്ക് ഇട്ടതാണ്. ഇനി അതൊന്ന് മിക്സായി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു കുക്കറിലേക്ക് അതൊക്കെ ഇട്ട് കൊടുത്ത് ഈ ബീഫ് നന്നായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഗ്രേവി കുറച്ച് വേണം നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വെച്ചതിന് ശേഷം പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീഫിൻ്റെ കുക്ക് ടൈമൊക്കെ നിങ്ങളുടെ ഓരോ ബീഫിനനുസരിച്ചും വ്യത്യാസം വരും. അപ്പോൾ നന്നായിട്ട് കുക്കായി വരുന്നവരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുക്കായി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മല്ലിയില ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ഈ ബീഫിൻ്റെ പീസസും ഈ ഗ്രേവിയും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ആദ്യത്തെ പോലെ തന്നെ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ബേ ലീഫും പിന്നെ ഗ്രാമ്പൂ, പട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ഒരു പേസ്റ്റും ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത സവാള ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച ഗ്രേവി മെഷർ ചെയ്ത് ഒഴിക്കുക. ഇവിടെ എനിക്ക് 4 കപ്പ് ഗ്രേവിയും 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടി വന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഒഴിക്കേണ്ടത്. ഇനി അതൊന്ന് ബോയിലായി വരുമ്പോൾ അതിലേക്ക് മല്ലിയിലയും ലെമൺ ജ്യൂസും ആഡ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം. എന്നിട്ട് ബിരിയാണി അരി ആഡ് ചെയ്ത് നന്നായി ബോയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് 7 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി റൈസ് നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വെച്ച ബീഫിൻ്റെ പീസസ് ഇല്ലേ അത് മുകളിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ലിഡ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല റൈസ് നല്ല പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ട് റൈസും ബീഫും ഒക്കെ പാടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മല്ലിയിലയൊക്കെ വെച്ചൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.